നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമ്മൾ ഒരു ഡെലിവറൻസ് പ്രാർത്ഥനയും വെഞ്ചരിപ്പുമാണ് നടത്തുന്നത്. ഇങ്ങനെ ഒരു ദൈവവചനം നമുക്ക് ഓർക്കാം. കർത്താവ് നമ്മളോട് പറഞ്ഞതാ, നീ ദൈവത്തെ ആശ്രയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ച് മറ്റുള്ളവർ നിന്നെ കളിയാക്കുവാൻ നിന്റെ ദൈവം അനുവദിക്കുകയില്ല. എന്തെന്നാൽ നിന്നോട് കരുണ കാണിക്കുവാൻ അവിടുന്ന് ഒരു അവസരം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ദൈവത്തെ ആശ്രയിച്ചിട്ട് ദൈവത്തിൽ നിന്ന് ഒരു കരുണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഹോളിലിരിക്കുന്നതിനേക്കാൾ എത്രയോ അധികം ആളുകൾ, അഥവാ ലക്ഷക്കണക്കിന് ആളുകൾ അനേക രാജ്യങ്ങളിലായി ടെലിവിഷൻ സെറ്റിൻ്റെ മുമ്പിലിരുന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മളോടൊപ്പം കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോരുത്തരും ദൈവത്തെ ആശ്രയിക്കുന്നത് വിവിധങ്ങളായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ചിലർ ദൈവത്തെ ആശ്രയിക്കുന്നത് ശാരീരികമായ രോഗശാന്തികൾക്ക് വേണ്ടിയാണ്. വേറെ ചിലർ ആശ്രയിക്കുന്നത് മനസ്സിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. വേറെ ചിലർ ആശ്രയിക്കുന്നത് സാമ്പത്തിക മേഖലകളിലെ പ്രതിസന്ധികൾ നീങ്ങുന്നതിന് വേണ്ടിയാണ്. മറ്റു ചിലർ ആശ്രയിക്കുന്നത് കുടുംബത്തിലെ നാനാതരത്തിലുള്ള പ്രതിസന്ധികൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ്. വേറെ ചിലർ ആശ്രയിക്കുന്നത് പഠന മേഖലയിലെ പ്രതിസന്ധികൾ മാറാനാണ്. മറ്റു ചിലർ ആശ്രയിക്കുന്നത് പരീക്ഷയിൽ വിജയം കിട്ടുന്നതിന്. മറ്റു ചിലർ ആശ്രയിക്കുന്നത് ജോലി കിട്ടാനാണ്. മറ്റു ചിലർ ആശ്രയിക്കുന്നത് ആത്മീയ വളർച്ചയ്ക്കാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനാണ്. പിന്നെ ഓരോരുത്തരും വ്യത്യസ്തമായ കാരണങ്ങളുടെ പേരിലാണ് ഈ രാത്രിയിൽ ദൈവത്തെ ആശ്രയിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. കർത്താവ് നമ്മളോട് പറയുകയാണ്, അങ്ങനെ ദൈവത്തെ ആശ്രയിക്കുന്നവരെ ലജ്ജിതരാകുവാൻ ദൈവം അനുവദിക്കില്ല. എന്നാൽ അവരോട് കരുണ കാണിക്കുവാൻ ദൈവം ഒരു അവസരം കണ്ടെത്തും. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിന്നെ ആശ്രയിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. നിന്നിൽ ഞങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. കർത്താവ് ഇന്ന് ഇവിടെ വെച്ച്, അഥവാ ലോകത്തിൻ്റെ ഏതെങ്കിലും സ്ഥലത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ പോലും ലജ്ജിതരാകാൻ നീ അനുവദിക്കരുതേ. അവർ ലജ്ജിതരാകുന്നത് നീ അവരോട് കരുണ കാണിക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവർ അവരെ നിന്ദിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോഴാണല്ലോ. നീ ദൈവത്തെ ആശ്രയിച്ചിട്ട് നിനക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കുമ്പോഴാണല്ലോ കർത്താവേ നാണക്കേട് ഉണ്ടാകുന്നത്, ലജ്ജ ഉണ്ടാകുന്നത്. കർത്താവേ, പ്രിയപ്പെട്ടവർ ലജ്ജിതരാകാൻ അനുവദിക്കരുതേ. മറ്റുള്ളവരവരെ കളിയാക്കുവാൻ അവസരമുണ്ടാക്കരുതേ. ആ വിധത്തിൽ ഇവരോട് ഈ രാത്രിയിൽ അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇവരുടെ എല്ലാ ശാരീരിക രോഗാവസ്ഥകളെയും സമർപ്പിക്കുന്നു. മനസ്സിൻ്റെ ഭാരങ്ങളെ, മുറിവുകളെ സമർപ്പിക്കുന്നു. കുടുംബത്തിലെ അസ്വസ്ഥതകളെ സമർപ്പിക്കുന്നു. സാമ്പത്തിക മേഖലകളിലെ പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു. പരീക്ഷയ്ക്കുള്ള ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു. എത്ര തവണ പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാത്ത സങ്കടങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് ഇന്ന് തന്നെ ഞാൻ ഓർക്കുകയാണ്, കുറച്ചു മുമ്പ് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും വന്ന ഓരോരുത്തരും ഇത്തരത്തിലുള്ള സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളുമൊക്കെയാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അപേക്ഷിക്കുന്നത്. കർത്താവ്, അങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് അവരുടെ മേൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി സകലത്തിന് മേലെ അധികാരം തരിക കർത്താവായ ഈശോയെ,
അവിടുത്തെ നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ നാമത്തിന്റെ ശക്തി പ്രകടമാകട്ടെ. രക്ഷിക്കുവാൻ അവിടുത്തെ കഴിവ് പ്രകടമാകട്ടെ. അവിടുന്ന് സ്നേഹിക്കുന്ന ദൈവമാണെന്ന് അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യമാകട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യമാകട്ടെ. ഇവിടെ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന സകല കെട്ടുകളും പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന സാത്താന്റെ എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ രോഗപീഠകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ മുറിവുകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പഠന മേഖലയിൽ അനുഭവപ്പെടുന്ന എല്ലാ ബന്ധനങ്ങളും തടസ്സങ്ങളും പരീക്ഷ പാസ്സാകാനുള്ള എല്ലാ പ്രതികൂല ഘടകങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ, നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൊഴിൽ അന്വേഷകർക്ക് ജോലി കിട്ടാനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ കുടുംബത്തിലേക്കും നിന്റെ രക്ഷ കടന്നു വരട്ടെ, നിന്റെ സമാധാനം കടന്നു വരട്ടെ, നിന്റെ സ്നേഹം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പൈശാചിക ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗപീഠകൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിലെ ബന്ധനങ്ങൾ തകർന്നു വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് യേശുവിന്റെ സന്നിധിയിൽ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന സർവരോടും കർത്താവ് കരുണ കാണിക്കട്ടെ. അവരെ അലട്ടുന്ന ബന്ധനങ്ങൾ യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ. ഈശോയെ, നിന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശുദ്ധ കുരിശ് കൊണ്ട് മുദ്രവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ രക്ഷ നേടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവേ, എല്ലാ ഹൃദയങ്ങളെയും തൊടണമേ, എല്ലാ വ്യക്തികളെയും തൊടണമേ. എല്ലാ വ്യക്തികളും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ കുടുംബങ്ങളും വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. നിന്നെ പ്രത്യാശ വെച്ചിരിക്കുന്ന ഓരോരുത്തരിലോടും നീ കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എല്ലാവരുടെ മേലെ വിശുദ്ധ ജലം തളിക്കും. കർത്താവേ, ഈ വിശുദ്ധ ജലം നിന്റെ തിരുരക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ ശരീരങ്ങളെ വിശുദ്ധീകരിക്കണമേ, മനസ്സുകളെ വിശുദ്ധീകരിക്കണമേ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, എല്ലാ ബന്ധനങ്ങളും അഴിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ആരാധന. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. കരങ്ങളടിച്ച് നമുക്ക് ചേർന്ന് പാടാം. ശാപമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. അശുദ്ധിയെല്ലാം നീങ്ങിടട്ടെ.
വിശുദ്ധി എന്നിൽ നിറഞ്ഞിടട്ടെ. ദൈവകൃപയാൽ നിറഞ്ഞിടട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. ചേർന്ന് പാടി തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. ചേർന്ന് പാടി യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. Praise the Lord. Hallelujah. ശാന്തമായി നമുക്കിരിക്കാം. ദൈവത്തെ ആരാധിക്കുന്ന, അവിടുത്തെ സ്തുതിക്കുന്ന സമയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് മുമ്പിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ഈ സമയങ്ങളിൽ സമർപ്പിക്കാം. ആത്മാവിൽ വലിയ ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും അവിടുത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കുവാനും വേണ്ടി നമുക്കൊരുങ്ങാം. സങ്കീർത്തനങ്ങളിൽ 51:15 ഇപ്രകാരം നമ്മോട് പറയുകയാണ്. ഇപ്രകാരം പറയുന്നു: കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, എൻ്റെ അധരങ്ങളെ അങ്ങ് തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കട്ടെ. വീണ്ടും സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നമ്മുടെ കർത്താവിനെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അല്പസമയം മുൻപ് നമ്മുടെ ഗായക സംഘം ഇപ്രകാരം പാടി: അപ്പനും അമ്മയും അറിയുന്നതിന് മുൻപേ ദൈവം എന്നെ അറിഞ്ഞു. ഈ പാട്ട് ഇവിടെ പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു അമ്മയുടെ അനുഭവം ഓടി വന്നു. ഈ അമ്മയ്ക്ക് 2 ചെറിയ മക്കളാണുള്ളത്. ഈ കുഞ്ഞുങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന മറ്റൊരു വ്യക്തിയിലൂടെ കർത്താവിൻ്റെ ആത്മാവ് ഇപ്രകാരം സംസാരിച്ചു: നിനക്ക് 2 കുഞ്ഞുങ്ങളല്ല, 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. 3 കുഞ്ഞുങ്ങൾ നിന്റെ മുറ്റത്ത് കളിക്കുന്നുവെന്ന് ഈശോ പറയുന്നു. കൂടെ ഉണ്ണീശോയും കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മകൾക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. എന്നാൽ ഈശോ പറയുന്നു നിനക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത് എന്ന്. പ്രിയപ്പെട്ടവരെ, അധികം നാൾ കഴിയുന്നതിന് മുൻപേ ഈ അമ്മ തിരിച്ചറിഞ്ഞു. അന്ന് ഈശോ സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലിരുന്ന് ഈ വ്യക്തിയിലൂടെ സംസാരിച്ച സമയത്ത് 3ാമത്തെ കുഞ്ഞ് ഈ അമ്മയുടെ ഉദരത്തിലുണ്ട്. പക്ഷെ അമ്മ അത് അറിഞ്ഞില്ല. അമ്മ അറിയാൻ കുറച്ചും കൂടി നാളുകൾ എടുത്തു. അതിനുശേഷമാണ് അമ്മ അറിയുന്നത്. അപ്പനും അമ്മയും അറിയുന്നതിന് മുൻപേ ദൈവം എന്നെ അറിഞ്ഞുവെന്ന് നമ്മൾ ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പാടി. യഥാർത്ഥത്തിൽ അത് സത്യമാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, അല്ലെങ്കിൽ അമ്മ പോലും അറിയുന്നതിന് മുൻപേ എന്നെ അറിയുന്ന ഒരു നല്ല ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ആ ദൈവത്തെ പാടി ആരാധിക്കുവാൻ വേണ്ടിയാ നമ്മൾ ഇപ്പോഴിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ ദൈവത്തിന് കീർത്തനങ്ങൾ ആലപിക്കുവാനും ആ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനും വേണ്ടിയാ ഈ ആരാധനയുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം, കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അപ്പനും അമ്മയും ഇങ്ങനെ ഒരു കുഞ്ഞ് തനിക്ക് ജനിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നതിന് മുൻപേ നമ്മെ അറിഞ്ഞ, നമ്മെ കണ്ട, നമുക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുന്ന നമ്മുടെ നല്ല ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുതാണ്.
ആ ദൈവത്തിന്റെ സ്നേഹം എത്രയോ അനന്തമാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തില് നാം കാണുന്നുണ്ട്, ധൂർത്തപുത്രനെ നമ്മൾ കാണുകയാണ്. അവിടെ ധൂർത്തപുത്രൻ തനിക്കുള്ളതെല്ലാം വിറ്റ് തൻ്റെ അപ്പൻ്റെ ഓഹരിയും വാങ്ങി, അവിടെ തനിക്ക് അപ്പൻ്റെ സ്വത്തിൽ നിന്ന് തനിക്കുള്ള ഓഹരിയെല്ലാം വാങ്ങി വിറ്റ് ധൂർത്തടിച്ച് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. ഈ മകൻ മടങ്ങി വന്നപ്പോൾ ഈ അപ്പൻ ഈ മകനെ സ്വീകരിച്ചത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് അപ്പൻ സ്വീകരിച്ചത്? അവന് പുതുവസ്ത്രം വാങ്ങിവെച്ച്, അവനെ മോതിരമണിയിച്ച്, കാലിൽ ചെരുപ്പുകൾ അണിയിച്ച്, അവന് നഷ്ടപ്പെട്ടതെല്ലാം കൊടുത്ത്, വീട്ടിൽ വലിയ സദ്യയും ഉണ്ടാക്കി, അങ്ങനെ വലിയ ആഘോഷത്തോടുകൂടി ഈ അപ്പൻ ഈ മകനെ സ്വീകരിക്കുകയാണ്. നമുക്കറിയാം ഈ അപ്പൻ ആരാണ്? ഈ അപ്പൻ ദൈവപിതാവാണ്. പിതാവായ ദൈവമാണ് ഈ അപ്പൻ. തൻ്റെ മക്കള് തൻ്റെ സ്നേഹവും തൻ്റെ ഭവനവും എല്ലാം വിട്ട് ദൂരദേശത്തേക്ക് പോകുമ്പോഴും, തന്നെ വിട്ടെറിഞ്ഞ് പാപത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് പോകുമ്പോഴും ആ ദൈവം കാത്തിരിക്കുകയാം. തൻ്റെ സ്നേഹമൊഴുക്കി ആ മകൻ ഒരു പാപവും ചെയ്യാത്ത രീതിയിൽ, ഒരു തെറ്റും ചെയ്യാത്ത രീതിയിൽ അവൻ തൻ്റെ ഭവനത്തിൽ എപ്രകാരം തൻ്റെ അരുമ സന്തതിയായി കഴിഞ്ഞുവോ അതേ സ്നേഹത്തിലേക്ക് അവനെ പുനഃപ്രതിഷ്ഠിക്കുവാനായിട്ട് പിതാവ് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്നത്തിൽ, ഈ രാത്രിയിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുക്കാം. ഈ ആരാധനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ അവസ്ഥ പല പല സാഹചര്യങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുക. ഈ ദൈവത്തിൻ്റെ സ്നേഹം ചിലപ്പോൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടായിരിക്കുകയില്ല. ഈ ദൈവത്തിൻ്റെ കരുതല് ചിലപ്പോൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മെ കരുതുന്ന അമ്മ മറന്നാലും, അതാ വചനം പറയുക. യെശയ്യാ 49:15 വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ഇപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനു വേണ്ടി ഒന്ന് ആഗ്രഹിക്കട്ടെ. ആ സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയം ഒന്ന് കടന്നു വരട്ടെ. വീണ്ടും വചനം നമ്മളോട് പറയുകയാ: നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഗർഭത്തിലും അതിനുശേഷവും ഞാൻ വഹിക്കുന്ന യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവനെ എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി സംരക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഇടയ്ക്കെവിടെയോ വിട്ട് ഓടിപ്പോകുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തോളം നമ്മെ കരുതുന്ന സ്നേഹപിതാവാണ് നമ്മുടെ ദൈവം. അതെ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആ സ്നേഹം ഈ വരികളിലൂടെ നമ്മളിപ്പോൾ പാടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ കരങ്ങള് ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് ഉയർത്താം. നമ്മുടെ ഹൃദയം തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരു നിമിഷം ഒന്ന് ഉയർത്താം. ദൈവത്തിന്റെ വലിയ സ്നേഹം, സ്വർഗം വിട്ട് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈശോയുടെ വലിയ സ്നേഹം, നമുക്ക് വേണ്ടി ദൈവസ്നേഹത്തിന്റെ ചാലുകൾ കീറി ഒഴുക്കി ആ ദൈവസ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ഒഴുക്കുന്ന ദൈവത്തിന്റെ വലിയ കരുണ, ആ കരുണാർദ്രമായ സ്നേഹം, ആ സ്നേഹത്തെ നമുക്ക് ഒരു നിമിഷം ഒന്ന് വാഴ്ത്തിപ്പാടി സ്തുതിക്കാമോ? കരങ്ങൾ ഉയർത്തിയൊന്ന് ആരാധിക്കാമോ? കണ്ണുകൾ അടച്ച്, ഓ ദൈവമേ, എന്നെ കരുതുന്ന, എന്നെ കാക്കുന്ന, എന്നെ ഹൃദയത്തിൽ വഹിക്കുന്ന അങ്ങയെ ഞാൻ ഈ രാത്രിയിൽ ആരാധിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ സ്നേഹം ഞാൻ മറുതലിച്ചു പോയിട്ടുണ്ട്, നിന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. എങ്കിലും എന്നെ കരുണയോടെ കാണുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ സ്വന്തമാക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തി ഈശോയെന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ,
പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും കണ്ണുകളടച്ച് തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. യേശുവേ കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കാം. സ്നേഹമേ ഓ യേശുവേ, യേശുവേ പ്രാണനേ സ്നേഹത്തോടെ വിളിക്കാം. യേശുവേ സ്നേഹമേ യേശുവേ പ്രാണനേ. കരങ്ങൾ വീണ്ടും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ആ വലിയ സ്നേഹം നമുക്ക് ഓർക്കാം. മകനെ മകളെ എന്ന് വിളിക്കുന്ന ആ ദൈവത്തിന്റെ വലിയ സ്നേഹം, പ്രിയപ്പെട്ടവനെ എന്ന് വിളിക്കുന്ന, പ്രിയപ്പെട്ട കുഞ്ഞേ എന്ന് വിളിക്കുന്ന, കുഞ്ഞേ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ വലിയ കാരുണ്യം ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളിലേക്ക്, വേദനകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ഒരു കുളിർമഴയായി ഈ രാത്രിയിൽ കടന്നു വരികയാണ്. ആ സ്നേഹം നമുക്ക് ആവോളം ഒന്ന് അനുഭവിക്കാം. എഫ്രായിം എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമന കുട്ടൻ, അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവനെ കുറിച്ചുള്ള സ്മരണ എൻ്റെ ഹൃദയത്തിൽ ഉദിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം ഈ രാത്രിയിൽ നമ്മോട് പറയുകയാണ്. എഫ്രായിം എന്ന് വിളിക്കുന്നതിന് പകരം പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും പേരവിടെ വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ വലിയ സ്നേഹം ഈ രാത്രിയിൽ അവിടുന്ന് നമുക്ക് വേണ്ടി വിളമ്പി തരികയാണ്. നമ്മെ ഹൃദയത്തിൽ കരുതുന്ന, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, നമ്മുടെ പാപങ്ങൾ മറക്കുന്ന, നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് അവിടുത്തെ ആരാധിക്കാം, പാഴ്ത്തിപ്പാടാം. ഹൃത്തിലെന്നെ വഹിച്ചതിന്ന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും ഏശില്ല. കണ്ണിൽ തന്നെ നോക്കിയതേനാൽ തുമ്പമൊന്നും വീശില്ല. യേശുവേ യേശുവിനെ വിളിച്ചേ, സ്നേഹമേ ഒന്ന് ചേർന്ന് വിളിക്കാം. യേശുവേ പ്രാണനേ ശക്തിയോടെ വിളിക്കട്ടെ, യേശുവേ സ്നേഹത്തോടെ വിളിക്കട്ടെ. സ്നേഹമേ യേശുവേ പ്രാണനേ. ഇരു കരങ്ങളും കർത്താവിന്റെ മുമ്പിലേക്ക് ഉയർത്തി, ഇരു കരങ്ങളും ഉയർത്തി ഈശോയെ ഒന്ന് സ്തുതിക്കാമോ? നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കുന്ന, ജനിക്കും മുൻപേ നമ്മെ അറിഞ്ഞ ആ നല്ല ദൈവത്തെ ഒരിക്കൽ കൂടി ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയമുയർത്തി ആരാധിക്കാം, ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കാം. നമുക്ക് വേണ്ടി സകലതും നൽകിയ ആ സ്വർഗപിതാവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഓ പിതാവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ആരാധിക്കുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ. പിതാവിന്റെ സ്നേഹം ഓർക്കാം, പുത്രനായ ഈശോയുടെ സ്നേഹം ഓർക്കാം, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ഓർക്കാം,
ഹല്ലേലൂയ. ഹാല, ഹാല, യേശുവേ, ഹാല. ആരാധന, ദൈവസ്നേഹത്തിന്റെ ആരാധന, അരുവികൾ നമ്മുടെ ദൈവമേ, ഹൃദയങ്ങളിലേക്ക് ഞങ്ങളങ്ങേ ചാലിയേറി ആരാധിക്കുന്നു. ഒഴുകട്ടെ. യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഹാല, യേശുവേ, ഹാല, അങ്ങേ ഹാല, മഹത്വം. ഹാല, ഹാല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ, ഹാല, 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 ഹാല. ആരാധന. യേശുവേ, സ്തോത്രം, 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 സ്തോത്രം. പ്രാണനേക്കാ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. കാണാനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. യേശുവേ ഹൃദയമുയർത്തി സ്നേഹമേ, ചേർന്ന് വിളിക്കാം. യേശുവേ പ്രാണനേ, യേശുവേ സ്നേഹമേ, ആ സ്നേഹത്തെ ഒന്ന് ചേർന്ന് യേശുവേ വിളിക്കാം. പ്രാണനേ, യേശുവേ സ്നേഹമേ, യേശുവേ പ്രാണനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങളൊന്ന് വീശി ഹല്ലേലൂയ, വലിയ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് അവിടുത്തെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പിതാവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വേദനകളിലേക്ക് കടന്നു വരുന്ന ഈശോയെ നമുക്ക് കാണാം. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മുറിവുകൾ സൗഖ്യപ്പെടുത്തുന്ന, നമ്മുടെ വേദനകൾ ഏറ്റെടുക്കുന്ന ഈശോയെ നമുക്കൊന്ന് കാണാം. യേശുവേ, യേശുവേ എന്ന് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് വചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നു. നമ്മുടെ ഭാരങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിത ക്ലേശങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാം. ഈ രാത്രിയിൽ ഏതൊരു വേദനയാണോ എന്നെ അലട്ടുന്നത്, ഏതൊരു പ്രശ്നമാണോ എന്നെ അലട്ടുന്നത്, ഏതൊരു ഭാരമാണോ എന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്, യേശു യേശു അത് ഏറ്റെടുക്കും. യേശു അത് ഏറ്റെടുക്കും. അവൻ എന്നെ സൗഖ്യപ്പെടുത്തും. അവൻ എനിക്ക് വിടുതലാണ്. അവൻ എനിക്ക് വിമോചനമാണ്. കരങ്ങൾ വീണ്ടും ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. കണ്ണുകളടച്ചു തന്നെ ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് നമുക്കിരിക്കാം. ദൈവത്തിൻ്റെ ആ സ്നേഹം വചനത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഓരോ പ്രഭാതത്തിലും പുത്തനാണ്. പുതിയ സ്നേഹത്തിൻ്റെ അനുഭവമായിട്ടാണ് കർത്താവ് നമ്മുടെ അരികിലേക്ക് കടന്നു വരിക. വിലാപങ്ങളുടെ പുസ്തകം 3:19 നമ്മൾ വായിക്കുകയാണ്. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ദൈവസന്നിധി നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ പല കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മകൾ കടന്നു വരുന്നുണ്ടാകും. ജീവിതത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകും. ചില ഭാരങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടാകും. ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ പോലും, ഒന്ന് ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ ജീവിതത്തെ വരിഞ്ഞു മുറക്കുന്ന
കെട്ടുന്ന നീറുന്ന അനുഭവങ്ങളിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഈ സമയങ്ങളിൽ കടന്നു പോവുക. എന്നാൽ നമ്മുടെ ദൈവം ഈ രാത്രിയിൽ വലിയ വിമോചകനായി നമ്മുടെ അരികിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ അരികിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഭവനത്തിന്റെ ഓരോ കൊച്ചുമുറികളിലേക്കും അവിടുന്ന് കടന്നു വരികയാണ്. നീ കട്ടിലിൽ ഒരു രോഗിയായി കിടക്കുന്ന സമയമാണിപ്പോഴെങ്കിൽ ഇതാ നിന്റെ കട്ടിലിനരികിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. നീ ഇപ്പോൾ ഒരു ജയിലിൽ കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ ആ ജയിലിലെ മുറിക്കുള്ളിലേക്ക്, ആ തടവറയിലേക്ക് ഇതാ കർത്താവ് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടുത്തെ സ്നേഹം, അവിടുത്തെ ആ ശക്തി, അവിടുത്തെ ആ വിടുതൽ, വിമോചനം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാം, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാം. അതെ, നമുക്ക് അവിടുത്തെ വീണ്ടും ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് ഒരു തടവറയിൽ സംഭവിച്ച വലിയൊരു അത്ഭുതം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസും സീലാസും അർദ്ധരാത്രിയോടടുത്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തടവറയിലുള്ളവര് അത് കേട്ടുകൊണ്ടിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ആ തടവറയുടെ അടിത്തറകൾ ഇളകി അവിടെ വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. അതാ അവരുടെ കൈകളിലിട്ടിരുന്ന ചങ്ങലകളെല്ലാം പൊട്ടി താഴെ വീണു. വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക്, വലിയ ദൈവ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് അവരും ആ കാരാഗൃഹത്തിലുണ്ടായിരുന്ന എല്ലാവരും കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള തടവറയുടെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന രോഗത്തിന്റെ ചങ്ങലകളായിരിക്കും ഒരുപക്ഷെ, അല്ലെങ്കിൽ കുടുംബത്തിലെ കടബാധ്യതയുടെ ചങ്ങലകളായിരിക്കും, കുടുംബ പ്രശ്നങ്ങളായിരിക്കും. എന്തുമായിക്കൊള്ളട്ടെ, ഈ രാത്രിയിൽ നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ വീണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, 3 യുവാക്കന്മാര് കീർത്തനം പാടി അവര് ആ തീയുടെ നടുവിലൂടെ നടന്നത് നമ്മൾ വായിക്കുകയാണ്. അവര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിന് കീർത്തനം പാടിക്കൊണ്ട് അഗ്നിയുടെ മധ്യത്തിലൂടെ നടക്കുന്ന അനുഭവം പ്രിയപ്പെട്ടവരെ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവർക്ക് ആ അഗ്നിയുടെ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിച്ചു. പൗലോസും സീലാസും കാരാഗൃഹത്തിന്റെ തടവറയുടെ അടിത്തറയിൽ കിടന്നുകൊണ്ട് അർദ്ധരാത്രിയിൽ അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിച്ചു. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ കാരാഗൃഹത്തിന്റെ അടിത്തറകളിലാണ്, അതിനോട് സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നീ അവിടെ നിന്നുകൊണ്ട് നിന്റെ ദൈവത്തെ വിളിക്കുക, നിന്റെ ദൈവത്തെ നീ ആരാധിക്കുക. നിന്റെ ജീവിതത്തെ ഉയർത്തുവാൻ, നിന്റെ ജീവിതത്തെ ഉയർത്തുവാൻ നിന്റെ ദൈവം ഇന്ന് ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി ആ ദൈവത്തെ കണ്ടുകൊണ്ടൊന്ന് ആരാധിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. സർവശക്തിയോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ജീവിതം മുഴുവനും കർത്താവിന് വിട്ടുകൊടുക്കുക. എന്തൊക്കെ പ്രശ്നങ്ങളാണ് മുൻപിലുള്ളതെങ്കിലും അതിന്റെ മുകളിൽ നിന്നുകൊണ്ട്, അതെ, എന്റെ ദൈവത്തിന് ആ ജലത്തിന്റെ മുകളിലൂടെ നടന്നു വരാൻ കഴിഞ്ഞുവെങ്കിൽ, ആ തിബേരിയസ് കടലിന് മുകളിലൂടെ നടന്നു വന്നവനാണ് എന്റെ കർത്താവെങ്കിൽ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് മുകളിലൂടെ നടന്നു വരുവാൻ എന്റെ ദൈവത്തിന് സാധിക്കും, എന്റെ കർത്താവിന് സാധിക്കും. വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തി ഈശോയെ കണ്ടുകൊണ്ടൊന്ന് സ്തുതിച്ചേ, യേശുവിനെ കണ്ടുകൊണ്ടൊന്ന് സ്തുതിച്ചേ, അവിടുത്തെ വിളിച്ചുകൊണ്ടൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ചങ്ങലകൾ പൊട്ടിക്കുവാൻ, നിന്റെ രോഗത്തിൽ നിനക്ക് സൗഖ്യം തരുവാൻ ദാ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം. കരങ്ങൾ അടിച്ച് നമ്മൾ അവിടുത്തെ ആരാധിക്കുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് ആരാധിക്കുവാൻ സാധിക്കുമോ, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുമോ, അങ്ങനെ ഈ രാത്രിയിൽ ഒരുമിച്ച് ഒന്ന് ചേർന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കും എന്റെ ദൈവത്തെ നല്ല സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ നന്നായിട്ട് കരങ്ങൾ അടിച്ച് ആരാധിക്കും
ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും നിന്റെ ദൈവത്തെ കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി പൂർണ്ണ വലിയ മനസ്സോടെ. സന്തോഷത്തോടെ നമുക്ക് ഒന്ന് ചേർന്ന് ആരാധിക്കാം. ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ കരങ്ങൾ ഉയർത്തിയടിച്ച് പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും നിന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. സന്തോഷത്തോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ഇരുവശങ്ങളിലേക്കും കരങ്ങളടിച്ച് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. അടുത്തു നിൽക്കുന്ന വ്യക്തിയുടെ കരമൊന്ന് കോർത്തു പിടിച്ച് കൂട്ടായ്മയിൽ നമുക്കൊന്ന് ആരാധിക്കാം. അടുത്തു നിൽക്കുന്ന വ്യക്തികളുടെ കരങ്ങളൊന്ന് കോർത്തു പിടിച്ച്, അതെ, ദാനിയേൽ അന്ന് ആരാധിച്ചതുപോലെ, ദാവീദ് ആരാധിച്ചതുപോലെ, സ്ലിഹന്മാർ ആരാധിച്ചതുപോലെ ഈ നൈറ്റ് വിസിൽ ഇരുന്നു കൊണ്ട്, ഈ കൂട്ടായ്മയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ മധ്യത്തിൽ യേശുവുണ്ട്. യേശുവുണ്ട് ഇവിടെ, അവന്റെ സാന്നിധ്യമുണ്ട്. ഒന്ന് ചേർന്ന് ആരാധിക്കാം. കരങ്ങളടിക്കാം. ദാനിയേലേ പോ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ശക്തിയോടെ കരങ്ങളടിച്ച് ദാവീദിനെ പോ എന്നെ ഞാൻ മറന്നിട്ടിന്ന് ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാനിയേലേ പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ടിന്ന് ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം കരങ്ങൾ വന്നാലും ഉയർത്തിയടിച്ച് സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ഈശോട് പറയാം നമുക്ക്. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ കഷ്ടങ്ങളെ, നമ്മുടെ സഹനങ്ങളെ എല്ലാം ഇപ്പോൾ ആരാധനയായി നമ്മൾ മാറ്റുകയാണ്. ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് പരാജയങ്ങളെ ഓർത്ത് നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ്. നഷ്ടങ്ങളെയും കഷ്ടങ്ങളെയും നമുക്ക് നേട്ടങ്ങളാക്കി തരാൻ പറ്റുന്ന അവിടുത്തെ മുൻപിൽ അതിനെല്ലാം നമ്മൾ സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ സമയങ്ങളിൽ. അതുകൊണ്ട് നമ്മുടെ രോഗങ്ങളെ ഇപ്പോൾ ഈശോയ്ക്ക് കൊടുക്കുക, നമ്മുടെ തകർച്ചകളെ കർത്താവിന് കൊടുക്കുക. ഇതൊന്നും നമുക്കൊരു ശാപമല്ല, മറിച്ച് ഇവിടെ എല്ലാം ദൈവത്തിന്റെ വീര്യ പ്രവൃത്തികൾ ഈ രാത്രിയിൽ കടന്നു വരും. വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം. കരങ്ങളടിച്ച് സന്തോഷത്തോടെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ആരാധിക്കാം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ചേർന്ന് പാടിക്കേ. രോഗത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ഇരുവശങ്ങളിലും കരങ്ങളടിച്ച് രോഗത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ കരങ്ങൾ ഉയർത്തി. രോഗങ്ങൾ മാറുവാൻ ഒന്ന് ചേർന്ന് ആരാധിക്കും എൻ്റെ സന്തോഷത്തോടെ. ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയോടെ. കരങ്ങൾ ഉയർത്തി ആരാധിക്കും
കർത്താവിനെ സ്തുതിക്കാമോ? യേശുവേ, നമ്മെ അനുഗ്രഹിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ടൊന്ന് സ്തുതിക്കാം. യേശുവേ, നന്നായിട്ട് സ്വരമുയർത്തി ആരാധിക്കാം. യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കാം. യേശുവേ, 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 ഓ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, മടി കൂടാതെ വിളിക്കാം, ലജ്ജ കൂടാതെ വിളിക്കാം. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. ഈശോയേ നന്ദി. ഈശോയേ സ്തോത്രം, 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 സ്തോത്രം. ശാന്തമായിരുന്ന് നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്കായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ജീവിതം അങ്ങയുടെ ദാനമാണ്. കർത്താവേ, എനിക്കുള്ളതെല്ലാം നിൻ്റെ ദാനമാണ്. ഈശോയെ, ഞാൻ അങ്ങയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എന്നെ അക്കരെ എത്തിക്കുവാൻ കഴിയുള്ളവനാണ് അങ്ങ് എന്ന്, എന്നെ ഇടവഴിയിൽ വെച്ച് ഇട്ടിട്ട് പോകാത്തവനാണ് അങ്ങ് എന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഈശോ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഏറ്റുപറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ.